എല്ലാവർക്കും നമസ്കാരം. മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ രണ്ട് പുസ്തകങ്ങളായിട്ട് വന്നിട്ടുണ്ട്. രണ്ട് ഇംഗ്ലീഷ് നോവൽസ് ആണ്. രണ്ടിന്റെ ജോണർ ഡിഫറെന്റ് ആണ് കേട്ടോ. അതായത് ഒന്ന് ത്രില്ലർ ആണെങ്കിൽ ഒന്ന് ഇമോഷണലി നമ്മളെ വല്ലാതെ അങ്ങ് ബ്രേക്ക് ഡൗൺ ആക്കാൻ സാധ്യതയുള്ള, എന്നാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിക്കുള്ള ഒരു പുസ്തകം. അങ്ങനെ രണ്ടും രണ്ട് ഡിഫറെന്റ് ജോണേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ദ കൈറ്റ് റണ്ണർ ആണ് ഈ പുസ്തകം. 2003 ഖാലിദ് ഹുസാനി ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അന്ന് മുതൽ ഈ ഒരു സമയം വരെയും ഇത് വളരെയധികം പ്രസിദ്ധി ആർജിച്ച ഒരു പുസ്തകമാണ്. എല്ലാവരുടെയും, അതായത് ബുക്ക് വോംസ് ആയിട്ടുള്ള എല്ലാവരുടെയും ബുക്ക് ഷെൽഫിൽ ഇടം പിടിച്ച ഒരാളാണ് ഖാലിദ് ഹുസാനി. ഈ ഒരു കൈറ്റ് റണ്ണർ എന്നുള്ള പുസ്തകം ആരെങ്കിലും ഇത് വായിക്കാനുണ്ടെങ്കിൽ വായിക്കണം എന്ന് തന്നെ പറയും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇമോഷണലി നമ്മളെ വളരെയധികം ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന തരത്തിലുള്ള പുസ്തകമാണിത്. ഈ കഥ തുടങ്ങുന്നത് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ വെച്ചാണ്. ആമിറിന്റെയും ഹസന്റെയും കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങണമെങ്കിലും ആമിർ ആണ് ഈ ഒരു സ്റ്റോറിയിലെ പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറയുന്നത്. ആമിറിലൂടെയാണ് ഈ കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ആമിർ ഹസൻ റിലേഷൻഷിപ്പ് ഒരു ഫ്രണ്ട്ഷിപ്പിന് മേലെയാണെന്നാണ് എല്ലാവരും കരുതിയത്, ഈവൻ ഹസൻ അടക്കം. ഹസന് ആമിർ ദൈവതുല്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ആദ്യമായി ഉച്ചരിച്ച പദം, അതായത് വർത്താനം പറഞ്ഞു തുടങ്ങിയപ്പോ വന്നിരുന്നത് ആമിർ എന്നായിരുന്നു എന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞത്. അത്രയും ഇഷ്ടമാണ് ഹസന് ആമിറിനെ. പക്ഷെ ആമിറിന് അത്രയും ഇഷ്ടം ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ഇത് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ പുസ്തകത്തിലെ ഫ്രണ്ട്ഷിപ്പ്, ശത്രുത, ബിട്രയൽ, കുറ്റബോധം, പിന്നെ എവിടം കൊണ്ടൊക്കെയോ വളരെയധികം നമ്മളെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആക്കുന്ന അല്ലെങ്കിൽ വീക്കൻ ആക്കുന്ന കുറെ പോർഷൻസ് ഇതിനകത്തുണ്ട്. ഇത് എല്ലാവരും വായിക്കണം. നമുക്കറിയാം, നമ്മളുടെ ചെറുപ്പകാലത്ത് നമുക്ക് ഏറ്റവും ഉത്തമ സുഹൃത്തായിരുന്നു എന്നൊരാൾ നമ്മളെ വഞ്ചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല്, അത് ഇതിനകത്ത് നന്നായിട്ടുണ്ട്. അതായത് ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് നമ്മൾക്ക് എപ്പോഴാണോ ആ ഒരു സൗഹൃദം വേണ്ടത്, ആ സമയത്ത് നമ്മളെ ഒറ്റക്കിട്ട് അല്ലെങ്കിൽ നമ്മളെ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ മുകളിലേക്ക് എടുക്കാൻ പറ്റാത്ത ഒരു കൂട്ടുകാരൻ നമുക്ക് എന്തിനാ ജീവിതത്തിൽ, അല്ലെ? എന്നാലും ഇത്രയൊക്കെ ചെയ്തിട്ടും അല്ലെങ്കിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരാൾക്ക് ആ ശത്രുതയോ ഒന്നുമില്ല. എപ്പോഴും അവന് വേണ്ടി, അതായത് അടുത്ത കൂട്ടുകാരന് വേണ്ടിയിട്ട് ജീവിക്കുക, ആ ഒരു അവസ്ഥ. രണ്ടുപേരും രണ്ട് രീതിയിലാണിത്. ഞാൻ പറയുന്നത് ആമിറിനെയും ഹസനെയും വെച്ചിട്ടാണ്. അപ്പം ആമിർ ആണ് ഇതിനകത്ത് കുറച്ച് നെഗറ്റീവായിട്ട് നമുക്ക് തോന്നിക്കുന്ന ഒരാള്, പക്ഷെ ആമിർ തന്നെയാണ് ഇതിനകത്ത് പ്രൊട്ടാഗനിസ്റ്റും. അത് ഞാൻ എടുത്തെടുത്ത് പറയാണ്. അപ്പോ ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട, എല്ലാവരും അറിയേണ്ട ഒരു വസ്തുതയാണ് ജീവിതത്തിൽ. നമ്മുടെ കൂടെ ആരുണ്ടാവും, അവസാനം നമ്മുടെ കൂടെ അവസാന കാലങ്ങളിലും നമ്മുടെ കൂടെ ആരുണ്ടാവും എന്നുള്ളതിനൊക്കെ നമുക്കൊരു ചോദ്യം ഉണ്ടാവും, അല്ലെ? നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മുടെ കൂടെയുള്ള എല്ലാവരും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ സന്തുഷ്ടരാണെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അപ്പോ എല്ലാം നമ്മൾ മനസ്സിലാക്കി തരുന്ന ഒരു നല്ല രീതിയിലുള്ള ഫിക്ഷനാണ് ദ കൈറ്റ് റണ്ണർ. തീർച്ചയായും നിങ്ങൾ ഇത് വായിക്കണം. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാന്റെ ഒരു നല്ല രാജവാഴ്ച നടന്നിരുന്ന സമയവും, അതുപോലെ തന്നെ താലിബാന്റെ കയറ്റത്തോടു കൂടി അവരുടെ ഏറ്റവും മോശം സമയവും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ആ സമയത്ത് നടന്ന ടെററിസത്തിന്റെ അങ്ങേ അറ്റത്തെ ഭാഗം വരെ നമുക്ക് ഇതിൽ കൂടെ വായിക്കാൻ പറ്റും. ദാരിദ്ര്യവും ആ സമയത്ത് നടക്കുന്ന അവഗണനയും പൈശാചികമായിട്ട് നടക്കുന്ന പീഡനങ്ങളും എല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി വായിക്കേണ്ട തന്നെ ഒരു പുസ്തകമാണ് ദ കൈറ്റ് റണ്ണർ. എന്റെ രണ്ടാമത്തെ പുസ്തകം ദ ഹൗസ് മെയ്ഡ്, ഫ്രീഡ മെക്ഫാഡിന്റെ ദ ഹൗസ് മെയ്ഡ് ആണ് ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് ആ പുസ്തകം. ഫ്രീഡ മെക്ഫാഡിന്റെ അതായത് അത്യാവശ്യം ക്രൈം ത്രില്ലേഴ്സ് ആസ്വദിക്കുന്ന എല്ലാവരുടെയും കളക്ഷനിലുള്ള ഒരു ബുക്കാണ്, അതായത് ബുക്സ് ആയിരിക്കും ഫ്രീഡ മെക്ഫാഡിന്റെ. അപ്പൊ ഇതിൽ നിന്ന് എന്തുകൊണ്ട് ദ ഹൗസ് മെയ്ഡ് ഞാൻ ചൂസ് ചെയ്തു ഫസ്റ്റ് തന്നെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇതിന്റെ എൻഡ് ഭയങ്കര 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 ട്വിസ്റ്റ് ആണ്. നമുക്ക് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു ബുക്ക് വായിച്ചാൽ നമുക്ക് കിട്ടും. നമുക്ക് ഇതിന് ശേഷം ഹൗസ് മെയ്ഡ് സീക്രട്ട് ഉണ്ട്, അതുപോലെ ലോക്ക് ഡോർ ഉണ്ട്, ഇന്റിമേറ്റ് ഉണ്ട്, ദ ഇന്റിമേറ്റ്, പിന്നെ കോ വർക്ക്, ടീച്ചർ, ഇങ്ങനെ കുറെ സീരീസ് ഉണ്ട്, നെവർ ലൈ, ഒരുപാടുണ്ട്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടും ഈ പുസ്തകത്തിന്റെ അത്രയും ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതിന്റെ പ്ലോട്ട് അത്രയ്ക്ക് എന്റർടൈനിങ് ആണ്. നമ്മൾ ഒരിക്കലും ഈ പുസ്തകം താഴെ എടുത്ത് വെക്കത്തില്ല. ഒരു സമയം കിട്ടുമ്പോഴൊക്കെ വായിച്ച് എത്രയും പെട്ടെന്ന് ഇതൊന്ന് തീർക്കണം എന്ന് തന്നെയായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. അത്രയും എന്റർടൈനിങ് ആയിട്ടുള്ള, അത്രയും നമുക്കൊരു എന്താ പറയാ, ക്രൈം ഫിക്ഷനിൽ ഉണ്ടാകേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും കയറിയിട്ടുള്ള ഒരു പുസ്തകമാണിത്.
അപ്പോ ഇവിടെ പറയുന്നത് മിലിയുടെ കഥയാണ്. മിലിയാണ് ഇതിലെ ഹൗസ് മെയ്ഡ്. അപ്പൊ മിലിയിലൂടെയാണ് ഈ കഥ പോകുന്നത്. അപ്പൊ മിലി എന്ന് പറയുന്നത് ഓൾറെഡി കുറെ ക്രൈം അല്ല, ഒരു കൊലപാതകം ചെയ്തിട്ട് ജയിലിൽ പോയ ഒരാളാണ്. അപ്പോ അങ്ങനെ പോയി തിരിച്ചു വരുന്ന ആൾക്ക് ജോലി സാധ്യത എന്ന് പറയുന്നത് ഉണ്ടാവില്ല. വീട്ടിലോ കയറ്റുന്നില്ല, പിന്നെ ജോലിയും കിട്ടുന്നില്ല. അപ്പൊ ആള് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്ത് ഈ ഹൗസ് ഹോൾഡ് വർക്ക്സ് ഒക്കെ ആൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ഹൗസ് മെയ്ഡ് എന്നുള്ള വർക്കിലേക്ക് ആള് പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി പല സ്ഥലങ്ങളിലും ആള് ഇന്റർവ്യൂവിന് പോവും. വിൻചെസ്റ്റർ ഫാമിലിയിലാണ് അറ്റ് ദ എൻഡ് കിട്ടുന്നത്. വിൻചെസ്റ്റേഴ്സ് ഫാമിലിയിലെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം അവർ അത്രയും റിച്ച് ആണ്. നാളേക്ക് ഈ മിലിക്കൊന്നും നോക്കേണ്ടതില്ല, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നടക്കും. റെന്റ് കൊടുക്കണ്ട, കാരണം ഹൗസ് മെയ്ഡ് ആയതുകൊണ്ട് അവിടെ തന്നെ നിൽക്കാം. അപ്പൊ എല്ലാം കൊണ്ടും സന്തോഷം. അപ്പൊ ഇന്റർവ്യൂവിന് പോകുന്ന അന്ന് വരെ നെഞ്ചിടിപ്പാണ്. കാരണം തന്റെ പാസ്റ്റ് ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇവര് നമ്മളെ വീട്ടിൽ നിർത്തും, അല്ലെങ്കിൽ ഈ ഹൗസ് മെയ്ഡ് ആയിട്ടുള്ള ഈ ജോബ് തരും, ആ ഒരു കൺഫ്യൂഷൻ ആൾക്കുണ്ട്. ആൾ ഇന്റർവ്യൂ കഴിഞ്ഞു. നിന വിൻചെസ്റ്റർ ആണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പോ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞ് 1 വീക്കിനുള്ളിൽ റിപ്ലൈ തരാന്ന് പറഞ്ഞു. പക്ഷെ 1 വീക്കിനേക്കാൾ കൂടുതൽ ടൈം എടുത്തു. ആൾക്ക് ടെൻഷൻ കൂടി വന്നു. പക്ഷെ വന്നത് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു റിപ്ലൈ ആയിരുന്നു. അതായത് വെൽക്കം ചെയ്തുകൊണ്ടായിരുന്നു. അവിടെ നിന്ന് തുടങ്ങും മിലിയുടെ കഥ. അതായത് വിൻചെസ്റ്റർ ഫാമിലിനെ കുറിച്ചുള്ള കഥ. അവിടെ ചെന്ന് കഴിയുമ്പം നിന വിൻചെസ്റ്റർ വളരെ നമ്മൾ തീരെ വിചാരിക്കുന്ന ഇന്റർവ്യൂ ചെയ്ത ഒരാളെ ആയിരിക്കില്ല അവിടെ ജോലി ചെയ്ത് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ മിലി തന്നെ ആകെ അതിശയപ്പെട്ടു പോകും. പിന്നെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു മോഡ് എന്ന് പറയുന്ന വേറെ രീതിയാണല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് മിലിക്ക് വരിക. പിന്നീട് ഇവരുടെ സ്വഭാവം മാറുകയും ഇവരുടെ ഭർത്താവായിട്ടുള്ള ആഡം വിൻചെസ്റ്റർ മിലിയോട് വളരെ നന്നായിട്ട് സംസാരിക്കുകയും അവരുടെ അപ്രോച്ച് കാണുമ്പോൾ തന്നെ എനിക്കായിരുന്നു ഈ സൗഭാഗ്യം, നിന വിൻചെസ്റ്ററിന് കിട്ടിയ ഈ ഒരു സൗഭാഗ്യം എനിക്കായിരുന്നെങ്കിൽ കൂടി അതുകൂടി അവർ ആലോചിക്കുകയുണ്ടായി, മിലി ആലോചിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ജീവിതം, അല്ലെ? അപ്പൊ ജീവിതത്തിന്റെ അവസാനം ആവുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് അയ്യോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോ ഇതൊരു വളരെ എന്താ പറയാ, എന്റർടൈനിങ് എന്നല്ല അതിന്റെ ഒരു വാക്ക്, അതിനും മേലെയായിട്ട് വളരെ സന്തോഷപ്പെടുത്തുന്ന, നമ്മളൊക്കെ ഒരു ക്രൈം ത്രില്ലർ വായിക്കുമ്പം എന്താണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതെല്ലാം നമുക്ക് ഇതിൽ കിട്ടും. സോ രണ്ടാമത്തെ എന്റെ ചോയ്സ് എന്ന് പറയുന്നത് ഹൗസ് മെയ്ഡ് ആണ്, ദ ഹൗസ് മെയ്ഡ്. നിങ്ങൾ എല്ലാവരും തന്നെ ഈ പുസ്തകം വായിക്കണം. പിന്നെ ഞാൻ രണ്ടിന്റെ കേസിൽ ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്നുള്ളത് പറഞ്ഞില്ല. ദ ഹൗസ് മെയ്ഡ്, ഫ്രീഡ മെക്ഫെഡന്റെ ഈ ഹൗസ് മെയ്ഡ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ബിഗിനേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബുക്കാണ്. ഈസി ലാംഗ്വേജ് ആണ്, പേജ് റണ്ണർ ആണ്. ആൻഡ് ദ കൈറ്റ് റണ്ണർ ഞാൻ പറയാം, ഇന്റർമീഡിയറ്റ് ആയവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഒരു നല്ല പുസ്തകത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൈറ്റ് റണ്ണറിലേക്ക് പോവാം. ഇത് നിങ്ങൾക്ക് വെറും അയ്യോ ഞാൻ ഒരു പുസ്തകം വായിച്ചു സമയം കളഞ്ഞു ആ ഒരു ഫീൽ ഉണ്ടാവില്ല കേട്ടോ. ദ കൈറ്റ് റണ്ണർ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻ തരും, ലൈഫിനെ പറ്റി, കാഴ്ചപ്പാടുകളെ പറ്റി, എല്ലാത്തിനെ പറ്റി. അപ്പൊ നമുക്ക് ഒരിക്കലും ഇതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആവില്ല. അപ്പൊ വായിക്കണം എന്ന ആഗ്രഹമുണ്ട്, സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ബുക്കാണ് ആവശ്യമെങ്കിൽ ഐ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ് വൺ, ദ കൈറ്റ് റണ്ണർ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇന്റർമീഡിയറ്റ് ആണ് നിങ്ങളുടെ ലാംഗ്വേജ് ലെവലെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പക്ഷെ എഫേർട്ട് എടുക്കാമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഹൗസ് മെയ്ഡ് വളരെ ഈസിയാണ്, നിങ്ങൾക്ക് പേജ് റണ്ണർ ആണ്, നിങ്ങൾക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആണ്. എപ്പോ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, ഏതൊരു മൂഡിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ദ ഹൗസ് മെയ്ഡ്. സോ ഈ രണ്ട് പുസ്തകത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ചത്. അപ്പൊ എന്റെ ഈ അവതരണത്തില് ഈ പുസ്തകങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റിയത് നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് പ്രയോജനപ്പെടുത്തി എന്നുള്ളത് അറിയാൻ എനിക്ക് ഏറെ ആഗ്രഹമുണ്ട്. അപ്പോ എന്റെ തന്നെ ഇൻസ്റ്റഗ്രാം ഐ ഡി ആണ് മൈ വ്യൂസ് ബൈ ലക്ഷ്മി. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് മൈ വ്യൂസ് ബൈ ലക്ഷ്മി എന്ന ഇൻസ്റ്റ ഐ ഡിയിലൂടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ട്, നല്ല പുസ്തകമാണ് ഒന്ന് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ തീർച്ചയായും എനിക്ക് കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റയിലൂടെയോ നിങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോ ഇന്നത്തെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ദിസ് ഇസ് രാജലക്ഷ്മി സൈനിങ് ഓഫ്.